നമസ്കാരം. പ്രധാന വാർത്തകൾ. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ പ്രതിഷേധം ശക്തം. ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ കെഎസ്ഇബി ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. ലോകത്ത് ഒരിടത്തുമില്ലാത്ത വിധത്തിലാണ് കേരളത്തിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം സി.ടി. കൃഷ്ണൻ. ഒറ്റപ്പാലത്ത് വിവിധ ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന. സ്റ്റാർ ഹോട്ടൽ ഉൾപ്പെടെ 5 ഹോട്ടലുകളിൽ പഴകിയ ഭക്ഷണം കണ്ടെത്തി. പെരിന്തൽമണ്ണ നഗരത്തിൽ ഓട്ടോറിക്ഷകൾക്ക് പെർമിറ്റ് നൽകുന്നതിൽ വ്യത്യസ്ത അഭിപ്രായം. പെർമിറ്റ് നൽകണമെന്ന് ഒരു വിഭാഗം, നൽകരുതെന്ന് മോട്ടോർ തൊഴിലാളി യൂണിയനുകൾ. ഒറ്റപ്പാലം നഗരസഭയിൽ കെട്ടിട നിർമ്മാണത്തിനെതിരെ പരാതി. വിജിലൻസ് പരാതിയിലുള്ള കെട്ടിടങ്ങൾ പരിശോധിച്ചു. പെരിന്തൽമണ്ണയിലെ നെഹ്റു സ്റ്റേഡിയത്തിലെ ഗാലറിക്ക് താഴെ വ്യാപാര സ്റ്റാളുകൾ നിർമ്മിക്കുവാൻ നഗരസഭ തീരുമാനം. ലഭിക്കുന്ന പണം EMS വിദ്യാഭ്യാസ കോംപ്ലക്സിന്റെ വികസനത്തിന്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ലോകത്തൊരിടത്തുമില്ലാത്ത വിധത്തിലാണ് കേരളത്തിൽ ഇപ്പോൾ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നതെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം സി.ടി. കൃഷ്ണൻ. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ഒറ്റപ്പാലത്ത് LDF സംഘടിപ്പിച്ച കെഎസ്ഇബി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെഗുലേറ്ററി കമ്മിറ്റിയുടെ പേര് പറഞ്ഞ് രക്ഷപ്പെടാനാണ് ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നത്. സർക്കാരിനെ നിയന്ത്രിക്കാവുന്ന ഈ വർധനവ് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും സി.ടി. കൃഷ്ണൻ പറഞ്ഞു. കമ്പിച്ച് ചാർജ് കൊടുക്കേണ്ടതില്ല എന്ന നിലയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വൈദ്യുതിക്ക് 1 മാസം മുമ്പേ ഉള്ള ചാർജ് ഈടാക്കും. അത് വരുന്ന മാർച്ച് മാസം 31-ാം തീയതി വരെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെയും കൂട്ടും. ഇങ്ങനെ ജീവിതാവസാനം വരെ ചാർജ് കൂട്ടുമെന്ന ഒരു പ്രഖ്യാപനം നടത്തിയ ഇലക്ട്രിസിറ്റി ചാർജ് വർധനവ് ലോകത്തെവിടെ ഉണ്ടായിട്ടില്ല, ഇന്ത്യയിലുണ്ടായിട്ടില്ല, കേരളത്തിലെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. 19 തവണ പെട്രോളിനും 7 തവണ ഡീസലിനും 6 തവണ വാതകത്തിനും വില വർദ്ധിപ്പിച്ചു. ഇതെല്ലാം ജനങ്ങളെ ദ്രോഹിക്കുവാൻ വേണ്ടി മാത്രമാണെന്നും സി.ടി. കൃഷ്ണൻ പറഞ്ഞു. സിപിഎം ഏരിയ സെക്രട്ടറി കെ. സുരേഷ് അധ്യക്ഷത വഹിച്ചു. LDF നിയോജക മണ്ഡലം കൺവീനർ എ. ശിവപ്രകാശ്, കെ. എ. ഗോപാലപിള്ള, ബാബു മൊയ്തീൻ എന്നിവർ സംസാരിച്ചു. സിപിഎം ഏരിയ കമ്മിറ്റി അംഗം സി. വിജയൻ, സി. ശ്രീകുമാരൻ, എസ്. അജയ്കുമാർ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. വൈദ്യുതി ചാർജ് വർധനയിൽ പ്രതിഷേധിച്ച ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് താലൂക്കിലെ വിവിധ വൈദ്യുതി ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. മണ്ണാർക്കാട് വൈദ്യുതി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സിപിഎം ഏരിയ സെക്രട്ടറി എം. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. മാർച്ചിൽ CPI മണ്ഡലം സെക്രട്ടറി പി. ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. സിപിഎം ഏരിയ സെന്റർ അംഗം TR സെബാസ്റ്റ്യൻ, കെ. പി. മസൂദ്, എം. ഉണ്ണിയൻ തുടങ്ങിയവരും സംസാരിച്ചു. അലനല്ലൂർ വൈദ്യുത ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സിപിഎം ഏരിയ സെന്റർ അംഗം കെ. സുദർശനകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി മന്ത്രിയായിരുന്ന സഖാവ് A.K. ബാലൻ ആ വകുപ്പിന് നേതൃത്വം കൊടുത്തുകൊണ്ട് വളരെ മാതൃകാപരമായിട്ടുള്ള സമീപനമാണ് കേരളത്തിൽ സ്വീകരിച്ചത്. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രവികുമാർ അധ്യക്ഷത വഹിച്ചു. കുമരമ്പത്തൂർ വൈദ്യുത ഭവനിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഉദ്ഘാടനം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി. പ്രഭാകരൻ നിർവഹിച്ചു. CPM ലോക്കൽ കമ്മിറ്റി സെന്റർ അംഗം N. മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് CPMന്റെ നേതൃത്വത്തിൽ ചെറുപ്പശ്ശേരിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ടൗണിൽ നടന്ന പ്രകടനത്തിന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ. നന്ദകുമാർ, PM വാസുദേവൻ എന്നിവർ നേതൃത്വം നൽകി. 30%-ലധികം കറണ്ടിന്റെ ചാർജാണ് നമ്മുടെ സംസ്ഥാനത്ത് ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഒരു കാലത്തും ഇത്തരത്തിലുള്ള ഒരു വലിയ തോതിലുള്ള ചാർജ് വർധനവ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവി പോലുമില്ല. അത്തരത്തിലാണ് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഈ ചാർജ് വർധനവ് നമ്മുടെ സംസ്ഥാനത്തിലെ ജനങ്ങളുടെ പെടനയ്ക്ക് വെച്ചുകെട്ടിയിരിക്കുന്നത്. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് പട്ടാമ്പിയിലും LDF പ്രവർത്തകർ KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് LDF സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച സമരത്തിന്റെ ഭാഗമായാണ് പട്ടാമ്പി KSEB ഓഫീസിലേക്കും മാർച്ച് നടത്തിയത്. LDF പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് CPM ജില്ലാ കമ്മിറ്റി അംഗം N. ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്വേച്ഛാധിപത്യമായ രീതിയിൽ ഗവൺമെന്റ് ഒരു നയം പ്രഖ്യാപിച്ചിരിക്കുക. ആ ഇലക്ട്രിസിറ്റി വർദ്ധനവിന്റെ അളവ് നിങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ അതിന്റെ ഭീമാകാരമായ അവസ്ഥയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. കേരള സംസ്ഥാനത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഒരു വർഷം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആകെ വരുമാനത്തിന്റെ 1/3 ഈ ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കാനാണ് ഇവർ തീരുമാനിച്ചുള്ളത്. NP വിനയകുമാർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ EP ശങ്കരൻ, PM വാസുദേവൻ, AV സുരേഷ്, അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരിന്തൽമണ്ണ നഗരത്തിൽ ഓട്ടോറിക്ഷകൾക്ക് പുതുതായി പെർമിറ്റ് നൽകണമെന്ന ആവശ്യം. ഈ ആവശ്യവുമായി നഗരത്തിൽ പെർമിറ്റില്ലാത്ത ഓട്ടോ തൊഴിലാളികൾ രംഗത്തെത്തി. എന്നാൽ അനധികൃതമായി സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്കും സ്വകാര്യ ടാക്സികൾക്കുമെതിരെ നടപടിയെടുക്കണമെന്നും ഓട്ടോറിക്ഷകൾക്ക് നഗരത്തിൽ പുതിയ പെർമിറ്റ് നൽകരുതെന്നുമാണ് മോട്ടോർ തൊഴിലാളി യൂണിയനുകളുടെ നിലപാട്. പെരിന്തൽമണ്ണ നഗരത്തിൽ നിലവിൽ 902 ഓട്ടോറിക്ഷകൾക്കാണ് പെർമിറ്റുള്ളത്.
1992 വരെ പെർമിറ്റ് നൽകിയ ഓട്ടോകളാണിവ. നഗരത്തിൽ ഓട്ടോകൾ പെരുകിയതോടെ മുമ്പ് ജില്ലാ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പെർമിറ്റ് നൽകുന്നത് സ്റ്റേ ചെയ്തിരുന്നു. ഈ സ്റ്റേ ഇപ്പോഴും തുടരുന്നതിനാലാണ് പുതിയ പെർമിറ്റ് അനുവദിക്കാത്തത്. പുതിയ ഓട്ടോകൾക്ക് ഇനിയും പെർമിറ്റ് നൽകിയാൽ നഗരത്തിൽ ഓട്ടോകളെ നിയന്ത്രിക്കാനാവില്ലെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പക്ഷം. ഇതേ തുടർന്ന് നഗരത്തിൽ പുതുതായി ഓട്ടോറിക്ഷകൾക്ക് പെർമിറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് കളക്ടർ, നഗരസഭാ അധികൃതർ, മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് ഒരു വിഭാഗം ഓട്ടോ തൊഴിലാളികൾ നിവേദനം നൽകി. അതേസമയം പെരിന്തൽമണ്ണ നഗരത്തിൽ ഓട്ടോകൾക്ക് പുതുതായി പെർമിറ്റ് നൽകേണ്ട എന്നാണ് മോട്ടോർ തൊഴിലാളി യൂണിയനുകളുടെ വാദം. നഗരത്തിൽ അനധികൃതമായി സർവീസ് നടത്തുന്ന ഓട്ടോകൾക്കും സ്വകാര്യ ടാക്സികൾക്കുമെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂണിയൻ നേതാക്കൾ രംഗത്തെത്തി. 450ഓളം ഓട്ടോറിക്ഷകൾക്കാണ് നമ്മുടെ പെരിന്തൽമണ്ണ ടൗണിൽ നിർത്തി സർവീസ് ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ മുനിസിപ്പാലിറ്റി ഒരുക്കിയിട്ടുള്ളത്. മറ്റുള്ള വാഹനങ്ങൾക്ക് നിർത്താൻ പറ്റാത്തൊരു അവസ്ഥയിൽ നമ്മുടെ പെരിന്തൽമണ്ണയിൽ ഈ അവസ്ഥ വെച്ചിട്ടാണ് ഇപ്പം കുറച്ച് ആൾക്കാർ ബഹുമാനപ്പെട്ട കളക്ടർക്ക് ഒരു നിവേദനം സമർപ്പിച്ചിട്ടുള്ളത്. ഇനി ഒരു 300 വാഹനത്തിന് കൂടി പെർമിറ്റ് കൊടുക്കണമെന്നാണ് അവർ ആവശ്യം. പക്ഷേ മോട്ടോർ കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനം ഈ 450 വാഹനങ്ങൾ തന്നെ നിർത്താൻ സൗകര്യമില്ലാത്ത സ്ഥലത്ത് ഇനിയൊരു 300 വാഹനങ്ങൾക്ക് കൂടി പെർമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ യാത്രക്കാർക്കും അതുകൊണ്ട് തന്നെ ഇവിടെ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പാലക്കാട് ജില്ലയിൽ നിന്നുമായി 1000-ലധികം അനധികൃത ഓട്ടോ ടാക്സി വാഹനങ്ങൾ പെരിന്തൽമണ്ണ നഗരത്തിൽ ഓടുന്നുണ്ടെന്നാണ് ഇവർ പരാതിപ്പെടുന്നത്. 2000ഓളം ഓട്ടോറിക്ഷകൾ അനധികൃതമായി പെരിന്തൽമണ്ണയിൽ സർവീസ് നടത്തുന്നുണ്ട്. പെരിന്തൽമണ്ണയിലെ പരിസര പ്രദേശങ്ങളിലെ സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്ന ഓട്ടോറിക്ഷകൾ സമയത്ത് തിരിച്ചു പോകാതെ അവരടക്കമുള്ള ആളുകളും അതുപോലെ ആശുപത്രിയിലേക്ക് രോഗികളുമായി വരുന്ന വിവിധ ജില്ലകളിൽ നിന്ന് വരുന്ന ഓട്ടോറിക്ഷകൾ വരെ പെരിന്തൽമണ്ണയിൽ സർവീസ് നടത്തുന്നതായി കാണുന്നുണ്ട്. ഈ സ്ഥിതിവിശേഷം തുടരുകയാണെങ്കിൽ നിലവിൽ പെരിന്തൽമണ്ണയിൽ പെർമിറ്റുള്ള ഓട്ടോറിക്ഷക്കാർക്ക് വളരെയധികം പ്രയാസങ്ങളുണ്ടാവുകയും ഈ ട്രാഫിക് ഗതാഗത കുരുക്ക് കാരണം കൃത്യമായ സർവീസ് നടത്തുവാൻ കഴിയാത്തവർക്ക് അത് അവരുടെ വരുമാനത്തിൽ വലിയ പ്രയാസങ്ങളുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇതേസമയം പെരിന്തൽമണ്ണ നഗരത്തിൽ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്ക് തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കുന്നതിന് കഴിഞ്ഞ വർഷം പോലീസ് നടത്തിയ ശ്രമം വിജയിച്ചില്ല. നഗരത്തിൽ പെർമിറ്റില്ലാതെ ഓടുന്ന ഓട്ടോറിക്ഷകളെ നിയന്ത്രിക്കുന്നതിനാണ് പോലീസ് ഓട്ടോകൾക്ക് തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ തിരിച്ചറിയൽ കാർഡ് തരപ്പെടുത്താൻ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ മുന്നോട്ട് വരാത്തതിനാൽ പോലീസ് പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. ഒറ്റപ്പാലത്ത് വിവിധ ഹോട്ടലുകളിൽ നഗരസഭയുടെ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി. പ്രമുഖ ഹോട്ടലുകളിൽ നിന്നും റെസ്റ്റോറന്റുകളിൽ നിന്നുമായി പഴക്കമുള്ളതും ഭക്ഷ്യയോഗ്യമല്ലാത്തതുമായ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു. ടൗണിലെ പല ഹോട്ടലുകളുടെയും ബേക്കറികളുടെയും അടുക്കളയിലെ സാനിറ്റേഷൻ നിർമ്മാണത്തിൽ അപാകത കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്ക് നഗരസഭ ആരോഗ്യ വിഭാഗം നോട്ടീസ് നൽകി. കണ്ണിയമ്പുറത്തെയും ഒറ്റപ്പാലം ടൗണിലെയും നിള റെസ്റ്റോറന്റ്, വിവി ബേക്കറി, ഗ്രീൻലാൻഡ് ഹോട്ടൽ, കൊട്ടാരം ഹോട്ടൽ എന്നീ ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തത്. ഒറ്റപ്പാലം നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ CK രാധാകൃഷ്ണൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KT വിനോദ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. ലഹരി പദാർത്ഥങ്ങൾ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിൽപ്പന തടയാൻ വരും ദിവസങ്ങളിലും പരിശോധന നടത്തും. പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിന്റെ സ്ഥിരം ഗാലറിക്ക് താഴെ നഗരസഭ വ്യാപാര സ്റ്റാളുകൾ നിർമ്മിക്കും. പരസ്യലേലം വഴി സ്റ്റാളുകൾ നിർമ്മിക്കാനുള്ള പണം കണ്ടെത്താനാണ് നഗരസഭയുടെ തീരുമാനം. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലെ സ്റ്റേഡിയത്തിന് ഒരു വശത്ത് നഗരസഭയാണ് സ്ഥിരം ഗാലറി നിർമ്മിച്ചത്. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥലത്ത് നഗരസഭയ്ക്ക് സ്റ്റാളുകൾ നിർമ്മിക്കുന്നതിന് നിയമ തടസ്സം നിലനിന്നിരുന്നു. ഇതേ തുടർന്ന് മുൻ DPI MP മുഹമ്മദ് ഹനീഷും മുൻ നഗരസഭാ ചെയർമാൻ C ദിവാകരനും മുൻകൈയെടുത്ത് വ്യാപാര സ്റ്റാളുകൾ നിർമ്മിക്കാൻ ധാരണ ഉണ്ടാക്കുകയാണുണ്ടായത്. ഗാലറിക്ക് അടിയിൽ 41 വ്യാപാര സ്റ്റാളുകൾ നിർമ്മിക്കാൻ സൗകര്യമുണ്ടെങ്കിലും 25 സ്റ്റാളുകളാണ് ആദ്യഘട്ടത്തിൽ ഒരുക്കുക. പരസ്യലേലം വഴി സ്റ്റാളുകൾ നിർമ്മിക്കുന്നതിനുള്ള പണം കണ്ടെത്തും. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള വരുമാനം EMS വിദ്യാഭ്യാസ കോംപ്ലക്സിന്റെ വികസനത്തിന് പ്രയോജനപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണ നഗരത്തിൽ 3ാമത്തെ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട നഗരസഭ തൃശൂരിലെ ഇൻഡിഗോ സൊല്യൂഷൻസുമായി കരാറായി. നഗരസഭയ്ക്ക് വേണ്ടി ഇൻഡിഗോ സൊല്യൂഷൻസ് തയ്യാറാക്കിയ പ്ലാൻ ചീഫ് ടൗൺ പ്ലാനറുടെ അംഗീകാരത്തിനായി സമർപ്പിക്കും. നഗരസഭാ കാര്യാലയത്തിന് പിറകുവശത്തായി നഗരവികസന സമിതി നൽകിയ 3.5 ഏക്കർ സ്ഥലത്താണ് ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിക്കുന്നത്. ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ ഇൻഡിഗോ സൊല്യൂഷൻസുമായി നഗരസഭ കഴിഞ്ഞ ദിവസം കരാറായി. ഇൻഡിഗോ സൊല്യൂഷൻസ് തയ്യാറാക്കിയ 1.47% നിരക്കിന്റെ സബ്മിഷൻ പ്ലാൻ കഴിഞ്ഞ ദിവസം സർക്കാർ അംഗീകരിച്ചിരുന്നു. ഈ പ്ലാൻ ചീഫ് ടൗൺ പ്ലാനറുടെ അംഗീകാരത്തിനായി സമർപ്പിക്കും. 7 നിലയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ 3 നിലകളാണ് നിർമ്മിക്കുക.
15 കോടി രൂപയാണ് നിർമ്മാണ ചെലവ് കണക്കാക്കിയിരിക്കുന്നത്. ഒറ്റപ്പാലം നഗരസഭയിൽ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ പരാതിയെ തുടർന്ന് വിജിലൻസ് പരിശോധന നടത്തി. നഗരത്തിലെ 7 കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന പരാതിയെ തുടർന്നാണ് വിജിലൻസ് പരിശോധന നടത്തിയത്. രാവിലെ 10 മണിയോടെ നഗരസഭയിലെത്തിയ വിജിലൻസ് സംഘം പരിശോധനയ്ക്ക് ആധാരമായ കെട്ടിടങ്ങളുടെ ഫയലുകൾ പരിശോധിച്ചു. തുടർന്ന് കെട്ടിടങ്ങളിലും പരിശോധന നടത്തി. നഗരസഭയുടെ അനുമതിയേക്കാൾ കൂടുതൽ സ്ഥലം കെട്ടിടത്തിന് ഉപയോഗിക്കുന്നുണ്ടെന്നും കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ചുവെന്നും ഇതുവഴി നികുതി ഇനത്തിലും മറ്റുമായി നഗരസഭയ്ക്ക് നഷ്ടം വരുത്തുന്നുവെന്നതായിരുന്നു പരാതി. ടൗണിലെ CPM ഓഫീസിന് സമീപത്തെ പ്രമുഖ ഹോട്ടൽ, ബസ് സ്റ്റാൻഡിന് മുൻവശത്തെ 3 നില കെട്ടിടം എന്നിങ്ങനെ 7 എണ്ണത്തിലാണ് പാലക്കാട് വിജിലൻസ് CI ഫിറോസ് M ഷഫീഖിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിച്ചത്. പരാതിയിൽ താലൂക്ക് ആശുപത്രി നവീകരണവും ഉൾപ്പെടുന്നുണ്ട്. ഇതും വിജിലൻസ് സംഘം പരിശോധിച്ചു. ഒറ്റപ്പാലം പാലപ്പുറത്ത് 15 പവൻ സ്വർണവും 5000 രൂപയും കവർന്ന വീട്ടിൽ വിരലടയാള വിദഗ്ധർ പരിശോധന നടത്തി. പാലപ്പുറം ആശീർവാദിൽ റിട്ടയേർഡ് കേണൽ വാസുദേവന്റെ വീട്ടിൽ നിന്നാണ് സ്വർണവും പണവും മോഷ്ടിച്ചത്. വീടിന്റെ മുൻവശത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കിടന്നിരിക്കുന്നത്. അകത്തെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കേണൽ വാസുദേവൻ ബാംഗ്ലൂരിലെ മകളുടെ വീട്ടിലേക്ക് പോയ സമയത്ത് ബുധനാഴ്ചയാണ് മോഷണം നടന്നത്. സംസ്ഥാന പാതയ്ക്കരികിലെ വീട്ടിൽ പകലാണ് മോഷണം നടന്നിരിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. ഒറ്റപ്പാലം സർക്കിൾ ഇൻസ്പെക്ടർ K വിജയകുമാർ, വിരലടയാള വിദഗ്ധൻ ഉണ്ണികൃഷ്ണൻ, SI M ശശിധരൻ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കുന്തിപ്പുഴ പാലത്തിലെ സിഗ്നൽ ലൈറ്റിന്റെ പ്രവർത്തനം വീണ്ടും നിലച്ചു. ഇതോടെ വീതി കുറവുള്ള പാലത്തിൽ വൻ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. പാലത്തിലെ ഗതാഗതക്കുരുക്ക് മണ്ണാർക്കാട് നഗരത്തിലെ ഗതാഗതത്തെയും ബാധിച്ചിരിക്കുകയാണ്. വീതി കുറവുള്ള കുന്തിപ്പുഴ പാലത്തിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിന് സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു. വൈദ്യുതി തകരാറാണ് കാരണമെന്നാണ് സൂചന. പ്രവർത്തനം നിലച്ചിട്ട് 2 ദിവസമായെങ്കിലും ബന്ധപ്പെട്ടവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. 4 വർഷം മുമ്പ് മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബിയാണ് സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചത്. സിഗ്നൽ ലൈറ്റ് ചരക്ക് ലോറി ഇടിച്ച് തകർത്തതിനെ തുടർന്ന് 1 വർഷത്തോളം പ്രവർത്തനരഹിതമായിരുന്നു. മാധ്യമങ്ങളിലൂടെയുള്ള നിരന്തര വാർത്തയെ തുടർന്ന് മണ്ണാർക്കാട് പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനാണ് വീണ്ടും സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചത്. എന്നാൽ സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചത് പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും ഉദ്ഘാടനത്തിനും മറ്റും MLA അടക്കമുള്ള ജനപ്രതിനിധികൾ എത്തിയിരുന്നു. അന്ന് സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ച ഉദ്യോഗസ്ഥനെ അനുമോദിച്ച MLA സിഗ്നൽ ലൈറ്റിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കാവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും സിഗ്നൽ ലൈറ്റ് നിർമ്മിച്ചതിന് വന്ന തുക പോലീസ് ഉദ്യോഗസ്ഥന് നൽകുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഈ തുക ഇപ്പോഴും കൈമാറിയിട്ടില്ലെന്നാണ് അറിയുന്നത്. ഇതോടെ പ്രവർത്തനരഹിതമായ സിഗ്നൽ ലൈറ്റ് ഇനി ആരാണ് അറ്റകുറ്റപ്പണികൾ നടത്തുക എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്ത അവസ്ഥയാണ്. ഗതാഗതത്തിരക്ക് കൊണ്ട് വീർപ്പുമുട്ടുന്ന മണ്ണാർക്കാട് നഗരത്തിൽ കുന്തിപ്പുഴയിലെ ഗതാഗതത്തിരക്ക് കൂടി ആയതോടെ വാഹനങ്ങൾക്ക് പല സമയങ്ങളിലും മണിക്കൂറുകളാണ് കാത്തുനിൽക്കേണ്ടി വരുന്നത്. ഇതിനിടെ മന്ത്രി KC ജോസഫിന്റെ പരിപാടിയെ തുടർന്ന് നൊട്ടമലയിലെയും നഗരത്തിലെയും ദേശീയപാതയുടെ ഉപരിതലം തകർന്നുണ്ടായ കുഴിയിൽ പാറപ്പൊടിയിട്ടത് അല്പം ആശ്വാസമായിട്ടുണ്ട്. ഖാദി വ്യവസായ മേഖലയെ സംരക്ഷിക്കണമെന്ന ആവശ്യമുയരുമ്പോഴും കടുത്ത അവഗണനയിലാണ് പാലക്കാട് ജില്ലയിലെ ഖാദി യൂണിറ്റുകൾ. സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളും പരിഷ്കരിച്ച ശമ്പളവും യഥാസമയം കിട്ടാത്തതാണ് ഖാദി തൊഴിലാളികളെ പ്രതിസന്ധിയിൽ ആക്കുന്നത്. കോഴിക്കോട് ഖാദി സർവോദയ സംഘത്തിന്റെ കീഴിലാണ് ജില്ലയിലെ ഖാദി യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാത്ത ചുറ്റുപാടിൽ തികച്ചും പഴയ അസംസ്കൃത രീതിയിൽ തന്നെയാണ് ഇന്നും ഇവരുടെ പ്രവർത്തനം. മറ്റു പണികളൊന്നും അറിയാത്ത പാവപ്പെട്ട സ്ത്രീ തൊഴിലാളികളാണ് ഈ മേഖലയിൽ കൂടുതലായും തൊഴിൽ ചെയ്യുന്നത്. മറ്റു മേഖലകളെ അപേക്ഷിച്ച് വളരെ തുച്ഛമായ വരുമാനമാണ് ഇവർക്ക് കിട്ടുന്നതും. മാത്രമല്ല തൊഴിൽ മേഖലയിൽ വലിയ ചൂഷണത്തിനും ഇവർ ഇരയാകുന്നു. കഴിഞ്ഞ സർക്കാർ അനുവദിച്ച ഇൻസെന്റീവും പരിഷ്കരിച്ച ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ജില്ലയിലെ പല ഖാദി യൂണിറ്റുകൾക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. അതേസമയം മലപ്പുറം ജില്ലയിലെ ചില യൂണിറ്റുകൾക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുമുണ്ട്. അധികൃതരുടെ വിവേചനമാണ് ഇതിനു കാരണമെന്നാണ് തൊഴിലാളികളുടെ ആക്ഷേപം. ഖാദി യൂണിറ്റുകളിലെ തൊഴിലാളികൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിൽ ഉദ്യോഗസ്ഥർ താൽപര്യം കാണിക്കുന്നില്ല എന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട്. ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാം തന്നെ പലരും ഈ തൊഴിലുമായി മുന്നോട്ടു പോകാനാവാത്ത അവസ്ഥയിലാണ്. ഖാദി മേഖലയുടെ സംരക്ഷണത്തിന് സർക്കാർ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുമ്പോഴും താഴേക്കിടയിലുള്ള തൊഴിലാളികൾക്ക് ഇതിന്റെ ഗുണം കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. പട്ടാമ്പി തീർത്ഥാലയിൽ കഴിഞ്ഞ ദിവസം പുഴയിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിന്റെ മൃതദേഹം കിട്ടി. ഉള്ളന്നൂർ പുഴയ്ക്കൽ മുഹമ്മദിന്റെ മകൻ ഷറഫുദ്ദീനാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാവിലെയാണ് ഷറഫുദ്ദീനും വീട്ടിലെ പണിക്കാരനായ അസം സ്വദേശി ആലവും പുഴയിൽ ഒഴുക്കിൽപ്പെട്ടത്. ആലം നീന്തി കയറിയെങ്കിലും ഷറഫുദ്ദീൻ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഫയർഫോഴ്സും നാട്ടുകാരും മുങ്ങൽ വിദഗ്ധരും മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. വെള്ളിയാഴ്ച രാവിലെ ഷറഫുദ്ദീനെ കാണാതായ കടവിന് സമീപം തന്നെയാണ് മൃതദേഹം പൊങ്ങിയത്. ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുസ്തകോത്സവവും ഉന്നത വിജയികളെ ആദരിക്കലും നടന്നു. പ്രൊഫസർ CP ചിത്രഭാനു പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാരായണത്തിൽ നിന്നും വായനയിലേക്ക് കടന്നപ്പോഴാണ് നമുക്ക് അനേകം രാമായണങ്ങളുണ്ടായത്, അനേകം മഹാഭാരതങ്ങളുണ്ടായത്, അനേകം കഥാപാത്രങ്ങളുണ്ടായത് എന്ന് നാം ഓർക്കണം.
ആ വായനയെ തിരിച്ച് പാരായണത്തിലേക്ക് ആരോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി. അവർ കാണിച്ചു തരുന്ന ഒരു രാമൻ എന്ന് പറയുന്നത് തേജസ്വിച്ച് വെളുത്ത് ഉയർന്ന ശരീരത്തോടു കൂടി ഏറ്റവും സുന്ദരനായി നിൽക്കുന്നവൻ എന്ന അർത്ഥത്തിലല്ല. യഥാർത്ഥത്തിൽ രാമൻ ആരെ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി വാൽമീകി തന്നിട്ടുണ്ട്. ആരാണ് ലോകത്തിൽ ഗുണവാനായിരിക്കുന്നവൻ, ആരാണ് വീര്യവാനായിരിക്കുന്നവൻ, ആരാണ് മനുഷ്യനായി ജനിച്ച് മനുഷ്യോചിതമായി ജീവിച്ച് മരിച്ചുപോയവൻ എന്നതിന്റെ നിദർശനം എന്ന രൂപത്തിലാണ് വാൽമീകി രാമനെ കണ്ടത്. ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിലെ സർഗം സാഹിത്യവേദിയും നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായാണ് പുസ്തകോത്സവം സംഘടിപ്പിച്ചത്. PTA പ്രസിഡന്റ് P. ഉണ്ണിൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. +2 ഉയർന്ന മാർക്ക് നേടി വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരം സ്കൂൾ മാനേജർ K. വേണുഗോപാൽ വിതരണം ചെയ്തു. പ്രിൻസിപ്പൽ A. രമണി, K. നന്ദകുമാർ, CM മാത്യു, K. വിനീത, K. പ്രജിത, B. ശശി, ആദിത്യ, N. രഘുനാഥൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സംസ്കൃത ദിനാഘോഷത്തോടനുബന്ധിച്ച് നെല്ലായ ഇരുമ്പാലശ്ശേരി AUP സ്കൂളിൽ യോഗ ഡെമോൺസ്ട്രേഷൻ നടന്നു. യോഗ അധ്യാപകൻ സജീന്ദ്രൻ യോഗ ക്ലാസിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ പ്രതിഷേധം ശക്തം. ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ KSEB ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. ലോകത്ത് ഒരിടത്തുമില്ലാത്ത വിധത്തിലാണ് കേരളത്തിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം CT കൃഷ്ണൻ. ഒറ്റപ്പാലത്ത് വിവിധ ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന. സ്റ്റാർ ഹോട്ടൽ ഉൾപ്പെടെ 5 ഹോട്ടലുകളിൽ പഴകിയ ഭക്ഷണം കണ്ടെത്തി. പെരിന്തൽമണ്ണ നഗരത്തിൽ ഓട്ടോറിക്ഷകൾക്ക് പെർമിറ്റ് നൽകുന്നതിൽ വ്യത്യസ്ത അഭിപ്രായം. പെർമിറ്റ് നൽകണമെന്ന് ഒരു വിഭാഗം, നൽകരുതെന്ന് മോട്ടോർ തൊഴിലാളി യൂണിയനുകൾ. ഒറ്റപ്പാലം നഗരസഭയിൽ കെട്ടിട നിർമ്മാണത്തിനെതിരെ പരാതി. വിജിലൻസ് പരാതിയിലുള്ള കെട്ടിടങ്ങൾ പരിശോധിച്ചു. പെരിന്തൽമണ്ണയിലെ നെഹ്റു സ്റ്റേഡിയത്തിലെ ഗാലറിക്ക് താഴെ വ്യാപാര സ്റ്റാളുകൾ നിർമ്മിക്കുവാൻ നഗരസഭാ തീരുമാനം. ലഭിക്കുന്ന പണം EMS വിദ്യാഭ്യാസ കോംപ്ലക്സിന്റെ വികസനത്തിന്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.